ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം? ഇതെപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലേ. വെറുതെ ചിന്തിച്ചിരുന്നു കൊണ്ട് ആഗ്രഹിച്ചതെല്ലാം നേടാൻ കഴിയുമോ എന്നതാണ് പലരുടെയും സംശയം. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ഭൂതത്തെ പോലെ, യജമാനൻ്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുന്ന ഭൂതത്തെ പോലെയാണോ ലോ ഓഫ് അട്രാക്ഷൻ? അല്ല. പക്ഷേ ആകർഷണ നിയമം സത്യമായതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് നേടാനുള്ള അർഹതയുണ്ടെങ്കിൽ, അത് എന്തു തന്നെയായാലും നിങ്ങൾക്ക് നേടാൻ സാധിക്കുക തന്നെ ചെയ്യും. ആഗ്രഹങ്ങളും ചിന്തകളും കൂടിച്ചേർന്ന് എനിക്കത് നേടാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ആകർഷണ നിയമം അറിഞ്ഞുകൊണ്ട് വിജയിച്ചതല്ല, പക്ഷേ അവരിലൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരാളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചാൽ എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്, എവിടെ തുടങ്ങണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മുതൽ മുടക്ക് എത്രയാവും, അതിനു വേണ്ടുന്ന സാധനങ്ങൾ എവിടെ നിന്ന് ലഭിക്കും എന്നിങ്ങനെ പോകും അയാളുടെ ചിന്തകൾ. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആദ്യ പടി. പിന്നെ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് അവർ വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രവർത്തിക്കും. ഫൈനൽ റിസൾട്ടിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യും. അവർ പോലും അറിയാതെയാണ് അവർ ലോ ഓഫ് അട്രാക്ഷൻ്റെ എല്ലാ മേഖലയിലും സഞ്ചരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ വിജയത്തിന് കാരണവും. ചില ആൾക്കാരുണ്ട്, അവർ തീവ്രമായി ആഗ്രഹിക്കും, പക്ഷേ ആഗ്രഹിച്ചത് നടക്കില്ല. അതെന്തുകൊണ്ടാണ്? പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നടക്കാതാവുമ്പോൾ അവരിൽ നെഗറ്റീവ് തോട്ട്സ് വരാൻ തുടങ്ങും. എനിക്കിതൊന്നും ശരിയാവുന്നില്ല, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നിങ്ങനെയൊക്കെ ചിന്തിക്കും. ചില ആളുകൾ മുടങ്ങാതെ പരിശീലിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ ഇതെല്ലാം നടക്കുമോ എന്ന സംശയം എപ്പോഴും ഉണ്ടാകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. എത്താത്തതിന് കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ തെറ്റായ രീതിയിലായിരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നത്. അതായത്, ഇതൊക്കെ നടക്കുമോ എന്ന സംശയത്തോടെ പരിശീലിക്കരുത് എന്ന്. നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുക എന്നതല്ലേ. ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെയേ സംഭവിക്കൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുക്കരുത്. ആ ശീലം ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് തോട്ട് കൊണ്ട് നിറയ്ക്കണം. നമ്മുടെ ഉപബോധ മനസ്സിന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുക. വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാതെ മറ്റുള്ളവരുടെ തെറ്റ് പുറത്തു കൊടുത്ത് എല്ലാവരോടും സ്നേഹം കാണിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിൽ പ്രവർത്തിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു വീഡിയോയുമായി നാളെ വരാം. ബൈ.